ഇപ്പോൾ സുനിൽ ഐസക് കൂടി ചേരുകയാണ്. സുനിൽ, ഇപ്പോൾ CPI പറഞ്ഞതും CPM പറയുന്നതും രണ്ടും തമ്മിൽ വലിയ ഭിന്നതയാണ് ഇപ്പോൾ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചു എന്ന് വ്യക്തമായി തന്നെയാണ് CPI പറയുന്നത്. അതിനവർ കാരണമായി പറയുന്നത് അതിന് പ്രതികളായ പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും നടപടിയെടുത്തില്ല എന്നുള്ളത്. നമുക്കറിയാം, മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോഴേക്കും നടപടി എടുത്തുകൊണ്ട് കോൺഗ്രസ് അവർ മാതൃക എന്ന് അവകാശപ്പെട്ട് എല്ലായിടത്തും പ്രചാരണം നടത്തുകയും ചെയ്തു. പക്ഷേ മറുഭാഗത്ത് ഇങ്ങനെയൊരു നടപടി ആലോചിക്കുക പോലും ഉണ്ടായില്ല എന്ന് പറയുന്നത് CPIയുടെ വിമർശനമാണ്. ആ വിമർശനം കാര്യമായി ജനങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ആ വിമർശനത്തെ കാര്യമായി പരിഗണിക്കേണ്ടതാണ് എന്ന് പോലും CPMന് തോന്നുന്നില്ലേ? എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് നൗഫൽ, CPIയുടെ കയ്യിൽ കൃത്യമായ മറുപടിയുണ്ട്. അത് നേതൃയോഗം തുടങ്ങും മുമ്പ് തന്നെ നേതാക്കൾ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട് CPMന്റെ ചില നേതാക്കൾക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള തരത്തിൽ വന്ന ആരോപണങ്ങൾ, ഒപ്പം CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ അടക്കപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് എന്ന കാര്യത്തിൽ CPIയെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില നീക്കങ്ങൾ CPM എന്ന നിലയ്ക്ക് ചെയ്തിരുന്നു, സർക്കാർ എന്ന നിലയ്ക്ക് ചെയ്തിരുന്നു. അത്തരം നീക്കങ്ങൾക്കൊക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് CPIക്കുള്ളത്. അത് ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും ഒരേ സമയം LDFൽ നിന്ന് അകറ്റി എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പ്രതിരോധിച്ച് പകരം LDF നടത്തിയ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ പരാതിയായിരുന്നു. ആ ലൈംഗിക ആരോപണ പരാതി പക്ഷേ അത്രത്തോളം വിജയം കണ്ടില്ല. ആ ആരോപണങ്ങൾ പൂർണ്ണമായും ജനം മുഖവിലേക്കെടുത്തില്ല എന്നതാണ് CPIയുടെ ഒരു കണ്ടെത്തൽ. മാത്രമല്ല, ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് മാതൃകാപരമായ ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം കോൺഗ്രസ് തിരികെ ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, എന്തുകൊണ്ട് CPMന്റെ പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന നേതാവിനെ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഒരാളെ ജയിലിൽ അടക്കപ്പെട്ടിട്ടും പാർട്ടി ഒരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ട്, അതിനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇല്ലാതെ പോയത് എന്ന മറു ചോദ്യമായിരുന്നു UDF ചോദിച്ചത്, കോൺഗ്രസ് ചോദിച്ചത്. അതിൽ മാത്രമല്ല, കുറെ കൂടി കടന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ആരോപണം, ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ CPMന്റെ മറ്റ് ചില നേതാക്കളുടെ പേര് പത്മകുമാർ തുറന്നു പറയുമെന്ന ഭയം ഉണ്ട്. അതുകൊണ്ടാണ് നടപടിയെടുക്കാൻ ഭയക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF സ്വീകരിച്ചിരുന്നു. നോക്കൂ, ഏറ്റവും ഒടുവിൽ P. സന്തോഷ് കുമാർ പറയുന്നത് വാസുവിനെയും പത്മകുമാറിനെയും ഒന്നും ഇടതുപക്ഷമായി പോലും ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്നാണ്. CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെക്കുറിച്ചാണ് CPIയുടെ മുതിർന്ന നേതാവ് MP കൂടിയായിട്ടുള്ള സന്തോഷ് കുമാർ അത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തുന്നതുകൂടി ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. പക്ഷെ എന്നിട്ടും അങ്ങനെ ഒരു തോന്നൽ CPMന് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നൊരു ചോദ്യം കൂടി അതിനിടയിലൂടെ ചോദിച്ചു വെക്കുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട് CPI എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വളരെ വിശദമായി ഈ വിഷയങ്ങൾ CPI ചർച്ച ചെയ്യും. CPM അതേപോലെ തന്നെ CPM ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM ഈ ഒരു നിലപാടിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും CPI അവരുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് കണ്ട് അല്പസമയം മുമ്പ് CPI സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. എന്തായാലും ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രണ്ട് മുന്നണി പാർട്ടികളും അവരുടെ സംസ്ഥാന നേതൃയോഗങ്ങളിലേക്ക് കടക്കുന്നത് എന്നതുകൂടിയുള്ള പ്രത്യേകത കൂടി ഇന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയത്തിൽ LDFലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക്